നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ പരമ്പരയിലെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിനെ നമ്മുടെ ഫൈനൽ വേർഷൻ ആയിട്ടുള്ള യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിലേക്ക് ഉയർത്തുക. ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പൊ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് പെർഫെക്ഷൻ കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ദിവസം തുടങ്ങുന്നത് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു പ്രക്രിയയിൽ ശരീരം, അന്തരീക്ഷം, ചുറ്റുവട്ടം, കുടുംബാംഗങ്ങൾ, സമൂഹം എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കാം. ശരീരം എന്ന് പറയുന്നത് കോശങ്ങളുടെ ഒരു സംഗ്രഹം എന്ന് നമുക്ക് ചിന്തിക്കാം. പല കോശങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അമീബ, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവയ്ക്ക് അവരുടേതായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പരിണാമ പ്രക്രിയയുണ്ട്, എവല്യൂഷൻ ഉണ്ട്. അപ്പം അതുപോലെ ഉള്ള പല കോശങ്ങളും കൂടിച്ചേർന്നാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ കോശത്തിനും അതിൻ്റേതായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മൾ ബോഡി ഇൻ്റലിജൻസ് എന്ന് കൂട്ടായിട്ട് അതിനെ നിർവചിക്കുന്നു. ഓരോ കോശങ്ങളും അതിൻ്റെ പ്രവർത്തനത്തിനുള്ള ശക്തി എടുക്കുന്നത് ജീവനിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ലൈഫ് ഫോഴ്സ് ആണ് ഓരോ കോശങ്ങൾക്കും അതിൻ്റെ ശക്തി നൽകുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ധ്യാനത്തിനിരിക്കുമ്പോൾ ആ കോശങ്ങളും തീർച്ചയായിട്ടും അതിൽ പങ്കുചേരും. നമ്മുടെ ശരീരം ആ പ്രക്രിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ആ കോശങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ കുട്ടികളെയെല്ലാം അവരവരുടെ സീറ്റിൽ ഇരുത്തുന്നു. അവരെല്ലാവരും സെറ്റിൽഡ് ആണോ എന്ന് നോക്കുന്നു. അതിനുശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അൺസെറ്റിൽഡ് ആണെങ്കിൽ ക്ലാസ്സിന്റെ ആ കണ്ടീഷൻ ഡിസ്റ്റർബ്ഡ് ആവും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ നമ്മൾ ഇത് അറിയുന്നില്ല. ഇതിനാണ് നമ്മുടെ ജീവിതത്തിലെ അൺകോൺഷ്യസ് മേഖല എന്ന് നമ്മൾ പറയുന്നത്. ബോധം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അതേക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രം. നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. നമ്മുടെ അന്നനാളത്തിലൂടെ ഭക്ഷണം സഞ്ചരിക്കുന്നു, കുടലിൽ ഡൈജഷൻ നടക്കുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു, ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസകോശം പ്രവർത്തിക്കുന്നു, കണ്ണ് പ്രവർത്തിക്കുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണും. അപ്പൊ എത്ര പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ അവരവരുടെ പ്രവർത്തികൾ നിർവഹിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു ശ്രദ്ധ കൊടുക്കണ്ടേ? അപ്പൊ അല്ലേ അവിടെ ആ സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ മെഡിറ്റേഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആദ്യത്തെ പ്രക്രിയയായിട്ട് ശരീരത്തിലെ കോശങ്ങളെയെല്ലാം, ശരീരത്തിലെ അംഗങ്ങളെയെല്ലാം, ഓർഗൻസിനെല്ലാം നിരീക്ഷിച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം, മുഖം കഴുകാം, അല്ലെങ്കിൽ കാലും മുഖം കഴുകാം, വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല. പീഡിപ്പിക്കാനും പാടില്ല, പ്രീണിപ്പിക്കാനും പാടില്ല. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെ പോലെ തന്നെ നമുക്ക് കണക്കാക്കാം.
ഇപ്പൊ കുട്ടികളെ നമ്മൾ കൂടുതൽ അവർ പറയുന്ന പോലെ തന്നെ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ് നടക്കില്ല. സ്കൂള് നടക്കുന്നത് കുട്ടികളുടെ അഭിപ്രായ പ്രകാരമല്ല. സ്കൂളിലൊരു സിലബസ് ഉണ്ട്, ടീച്ചറാണ് അത് നടത്തുന്നത്, പ്രിൻസിപ്പൾ ഉണ്ട് അവിടെ. അപ്പൊ അവർ പറയുന്നത് കേൾക്കുന്ന രീതിയിൽ ഇവരെ സെറ്റിൽഡ് ആക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ വല്ലാതെ പ്രീണിപ്പിക്കാനും പാടില്ല. ആവശ്യത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ വിശപ്പ് മാറാനായിട്ട് കഴിക്കുക. അപ്പൊ ആ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. ഈ കംഫർട്ടബിൾ എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് കസാലയിൽ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നിലത്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പോസ്റ്റേഴ്സിൽ ഇരിക്കുമ്പോൾ ശരീരം വല്ലാണ്ട് എതിർക്കും, റെസിസ്റ്റ് ചെയ്യും. കാരണം ഇതുവരെ ഇരിക്കാത്ത പോസ്റ്റർ ആയിരിക്കും. തവളയെ പിടിച്ചിട്ട് ഗണപതിക്ക് വെക്കുക എന്ന് പറയും, തമാശയ്ക്ക് പറയുന്നതാണ്. അതുപോലെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള പോസ്റ്റേഴ്സ് എടുക്കരുത്. സ്ഥിരം സുഖം ആസനം എന്നാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഒരു കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിലിരിക്കുക. ഇനി നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക, സമാധാനിപ്പിക്കുക. അപ്പൊ ഈ ഒരു പ്രക്രിയയിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ലോകം, എലിമെന്റൽ വേൾഡ്, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന ആ ലൈഫ് ഫോഴ്സ്, സ്നേഹത്തിന്റെ പ്രവാഹം, ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിലേക്ക് എത്തുക, ഉയരുക, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആ ഒരു ദൃഢമായിട്ട് വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ ആ ഫ്ലോ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബാഹ്യപ്രകൃതി, എലിമെന്റൽ വേൾഡ്, നമ്മളെ കോശങ്ങൾ നിർമ്മിച്ചിട്ടുള്ള എലിമെന്റ്സും നമ്മളെ സഹായിക്കും. ഭൂമി മാതാവ്, അതുകൊണ്ടാണ് ഭൂമിയെ മാതാവ് എന്ന് പറയുന്നത്. ഈ ശരീരം ഭൂമിയാൽ നിർമ്മിതമാണ്, അന്നമയ കോശം എന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രക്രിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഭൂമിയും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സെൽസും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അവിടേക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, നമ്മൾ ഒരുമിച്ചാണ്, എല്ലാവരുടെയും പരിണാമത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ള ആ ഒരു തിരിച്ചറിവോട് കൂട്ടിയിട്ടാണ് വേണം. നമ്മളുടെ പല ഭാഗങ്ങളിൽ നമ്മൾ ആലോചിക്കാറുന്നില്ല. എത്ര പേര് കറക്റ്റ് സമയാസമയം നഖം വെട്ടാറുണ്ട്? എത്ര പേര് വയറിന്റെ, അന്നനാളത്തിന്റെയും കുടലിന്റെയും എല്ലാം പ്രവർത്തനത്തെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ട്? നാവിന്റെ രുചി മാത്രം നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എത്രയോ ആൾക്കാർ ശ്വാസകോശങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ട്? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അവിടെ വരുന്നുണ്ട്, കൃതജ്ഞതയും അവിടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബോഡി റിലാക്സേഷൻ. ഇപ്പൊ ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിൽ ഹാർട്ട്ഫുൾനെസ്, റിലാക്സേഷൻ, ബോഡി റിലാക്സേഷൻ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് ഇതുകൊണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ബോഡി റിലാക്സേഷൻ ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലെ ധ്യാനത്തിൽ ഇരിക്കാം. ഞാൻ പറയുന്ന ആ സജഷൻസ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക, എന്നിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ജീവിതത്തെ
നിലനിർത്തുന്ന, നമുക്കെല്ലാം തരുന്ന ഭൂമി മാതാവിന് നന്ദി രേഖപ്പെടുത്തുക. ഭൂമിയിൽ നിന്നും ഉള്ള ഹീലിംഗ് എനർജി കാൽ വിരലുകളിലൂടെ, കാൽപാദങ്ങളിലൂടെ മുകളിലേക്ക് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കുക. കാലിൻ്റെ വിരലുകൾ മൃദുവായി ഒന്ന് ചലിപ്പിക്കൂ. രണ്ടു കാലിൻ്റെ വിരലുകളും പൂർണ്ണമായും റിലാക്സ് ആയതായി അനുഭവിക്കൂ. രണ്ടു കാൽപാദങ്ങളും കണങ്കാലുകളും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഭൂമിയിൽ നിന്നുള്ള ഊർജം കാൽ മുട്ടുകളിലൂടെ, തുടകളിലൂടെ അരക്കെട്ട് വരെ പ്രവഹിക്കുന്നതായും ആ ഭാഗങ്ങളെല്ലാം റിലാക്സ്ഡ് ആവുന്നതായും അനുഭവിക്കൂ. ഊർജം വയറിൻ്റെ ഭാഗത്തേക്കും നെഞ്ചിൻ്റെ ഭാഗത്തേക്കും പ്രവഹിക്കുന്നതായും വയറിൻ്റെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തുമുള്ള എല്ലാ അവയവങ്ങളും പേശികളും എല്ലാം അയഞ്ഞ് റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഊർജം ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് പ്രവഹിക്കുന്നതായും ശരീരത്തിൻ്റെ പുറം ഭാഗം പരിപൂർണമായും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കും. ഊർജം രണ്ട് തോളുകളിലേക്കും പ്രവഹിക്കുന്നതായും രണ്ട് തോളുകളും റിലാക്സ്ഡായി അയഞ്ഞ് ഉരുകി ഇല്ലാതാകുന്ന പോലെ അനുഭവിക്കും. ഊർജം കൈകളിലേക്കും കൈപ്പത്തികളിലേക്കും വിരലുകളിലേക്കും പ്രവഹിക്കുന്നതായും എല്ലാ ഭാഗങ്ങളും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കും. ഊർജം കൈവിരലുകളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നതായി അനുഭവിക്കും. ഊർജപ്രവാഹം കഴുത്തിലേക്കും തലയുടെ ഭാഗത്തേക്കും പ്രവഹിക്കുന്നതായും കഴുത്തിന് ചുറ്റുമുള്ള പേശികളും മുഖത്തുള്ള എല്ലാ ഭാഗങ്ങളും താടി, കവിളുകൾ, ചുണ്ടുകൾ, മൂക്ക്, ചെവികൾ, കണ്ണുകൾ, നെറ്റി, തലയുടെ മുകൾ വശം, തലയുടെ പുറം വശം എല്ലാം റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഒന്നുകൂടി ശരീരം മുഴുവൻ സ്കാൻ ചെയ്യൂ. ഏതെങ്കിലും ഭാഗം റിലാക്സ്ഡ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ തിരിച്ച് റിലാക്സ്ഡ് ആവുന്നതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും.
ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഇപ്പോൾ ഉള്ള അനുഭവം ഡയറിയിൽ രേഖപ്പെടുത്തൂ. മെഡിറ്റേഷൻ സമയത്ത് എന്തെല്ലാമാണ് മനസ്സിലൂടെ കടന്നുപോയത് അതും രേഖപ്പെടുത്തും. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാമാണ് മനസ്സിലൂടെ കടന്നുപോയത്, നമുക്ക് എന്തെല്ലാം ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു, ഒരു നോട്ട് ഡയറിയിൽ എഴുതി വയ്ക്കൂ. അടുത്ത സെഷനിൽ ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.